إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മേറെ സ്നേഹിക്കുന്ന ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരോടും ഒന്നാമതായി വസിയത്ത് ചെയ്യുകയാണ്. ഒരുപാട് നന്മകൾ നേടിയെടുക്കേണ്ട പരിശുദ്ധമായ റമളാൻ മാസം നമ്മിൽ നിന്നും പതുക്കെ വിട പറയുമ്പോൾ നാം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്: നാം സംതൃപ്തരാണോ? ആ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചുവോ? മനസ്സിന് നമുക്കൊരു റാഹത്ത് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ ലമ്മാ ഹദറ റമളാനു ഖദ് ജാഅകും ഷഹ്റു മുബാറക്, നിങ്ങളിലേക്ക് ഇത് അനുഗ്രഹീതമായൊരു മാസം വന്നിരിക്കുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായൊരു രാത്രി അതിലുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആ ദിവസത്തിലെ ഖൈർ ആരെങ്കിലും നഷ്ടപ്പെടുത്തിയോ അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരനാണ്. അത് നഷ്ടമായത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടത്. പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട് മനസ്സിനൊരു തൃപ്തി നമുക്ക് തോന്നുന്നുണ്ടോ? പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചുവോ? ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, ചില പ്രലോഭനങ്ങളിൽ അടിമയായിക്കൊണ്ട് നാം ആരുമറിയാതെ കേട്ടാലറക്കുന്ന വൃത്തികെട്ട ചില തിന്മകൾ ചെയ്തപ്പോൾ, പരിശുദ്ധമായൊരു ദിനം കടന്നു വന്നപ്പോൾ, പരിശുദ്ധമായൊരു മാസത്തിലേക്ക് എത്തിയപ്പോൾ
മനസ്സിലെവിടോ തോന്നിയ ഒരു കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഉറങ്ങുന്ന രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ട് എനിക്കെൻ്റെ തിന്മകൾ അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് തൃപ്തി നേടാൻ സാധിച്ചു എന്നുറപ്പിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, ഇനിയും ദിവസങ്ങൾ അവസാനിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പട്ടിണി കിടന്ന് കഴിക്കാനൊന്നും കിട്ടാതെ പല സമയത്തും പള്ളിയിൽ ബോധരഹിതനായി വീണിട്ടുണ്ട്. പട്ടിണി കാരണം ബോധം കെട്ട് വീണിട്ടുണ്ട്. ദീനിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹാനായ സഹാബിയാണ്. അദ്ദേഹം മരിക്കുന്ന നേരത്ത് കരയുകയായിരുന്നു. അദ്ദേഹം കരയുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മനോഹരമായ ഒരു കവിതയിലൂടെ അതിന് മറുപടി നൽകുന്നുണ്ട്. എനിക്ക് യാത്ര ചെയ്യാനുള്ള യാത്ര സുദീർഘമാണ്, വലിയൊരു യാത്രയാണ് എനിക്കുള്ളത്. പക്ഷേ ആ യാത്രയിലുള്ള എൻ്റെ വിഭവം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ആരാണ് പറയുന്നത്? ദീനിന് വേണ്ടി ജീവിച്ചവൻ, ദീനിന് വേണ്ടി ത്യാഗം സഹിച്ച സഹാബിയാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ വിഭവം കുറച്ചു മാത്രമുള്ളത്, ഞാൻ എങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് കരയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു എന്ന് ഉറപ്പുവരുത്തുമാർ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ നീട്ടാൻ ഒരിക്കലെങ്കിലും കണ്ണ് നിറഞ്ഞൊന്ന് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നാം വലിയ നഷ്ടക്കാരാകും. നിഷ്കളങ്കമായൊരു തൗബ നമുക്ക് ചെയ്യാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായൊരു തൗബ നടത്തണേ, മനസ്സിൽ തട്ടിയൊരു തൗബ നടത്തണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴും നമ്മൾ അശ്രദ്ധയിലാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുകയും 3 തവണ ആമീൻ പറയുകയും ചെയ്ത സംഭവം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു റമളാൻ വന്നെത്തിയിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവനെ ശപിക്കട്ടെ എന്ന ഏറ്റവും ഉന്നതനായ മലക്കിന്റെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. മനുഷ്യരുടെ കൂട്ടത്തിൽ, കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ പറയൽ, ഇത് രണ്ടും കൂടി യോജിച്ചു വരുമ്പോൾ എത്രമാത്രം ഗൗരവമാണെന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെയൊരു റമളാനാണോ നമ്മുടെ റമളാൻ? റമളാൻ വന്നിട്ടും നമ്മുടെ ജോലിക്കൊരു മാറ്റവും വന്നിട്ടില്ല, നമ്മുടെ തിരക്കുകൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ, കുറച്ച് പട്ടിണി കിടന്നു എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ പുനരാലോചിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ദിനങ്ങളിലെങ്കിലും നമുക്ക് തിരുത്താൻ ഏതാനും സമയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് തൗബ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, തൗബ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കടുത്ത അക്രമികളാണ് നിങ്ങൾ. ഇമാം നാസറുദ്ദീൻ അസ്സഅദി തഫ്സീർ സഅദിൽ പറയുന്നത് ജനങ്ങൾ 2 വിഭാഗമാണ്. ളാലിമുൻ ലിനഫ്സിഹി ഗൈറു തായിബ് വതായിബു മുഫ്ലിഹ് വലാ സുമ്മ ഖിസ്മുൻ സാലിസുൻ ഗൈറുഹുമാ. ഒരു വിഭാഗം സ്വന്തത്തോട് അക്രമം ചെയ്ത് തിന്മകൾ തൗബ ചെയ്യാത്ത ആളുകളാണ്. മറ്റൊന്ന് വിജയിയായ തൗബ ചെയ്തവനാണ്, വിജയിക്കുന്ന തൗബ ചെയ്തവൻ. 2 വിഭാഗം മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു വിഭാഗം ജനങ്ങളിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം. മൂന്നാമത്തെ ഒരു വിഭാഗമല്ല, ഒന്നുകിൽ തെറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ആത്മാർത്ഥമായി തൗബ ചെയ്തവർ. ഇതിലേതിലാണ് നമ്മൾ ഉൾപ്പെടുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇല്ല എങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഇനിയുമുണ്ട് ഏതാനും ദിവസം നമുക്ക് പറയാൻ സാധിക്കണം. ഈ റമളാൻ നമ്മിൽ നിന്നും വിട പറയുന്നതുകൊണ്ട് മുമ്പായി അള്ളാഹുവിനോട് പറയാൻ സാധിക്കണം. സഹോദരങ്ങളെ, പലരും തെറ്റിദ്ധരിച്ചു വെച്ചതുപോലെ 27-ാം രാവ് കഴിഞ്ഞാൽ റമളാൻ കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയാണ്. അല്ല, 29-ാം നോമ്പിൻ്റെ അല്ലെങ്കിൽ 30-ാമത്തെ നോമ്പിൻ്റെ അവസാനത്തെ നിമിഷം മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ പരിശുദ്ധമായ റമളാനിലെ എല്ലാ അനുഗ്രഹങ്ങളും അവസാന 10-ലെ എല്ലാ ശ്രേഷ്ഠതകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അത് നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തൗബത്തുൻ നസൂഹ് നമുക്ക് വേണം.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറയുന്നത് അത്തൗബത്തു നസ്റുഹു അൻ യതൂബ മിനൽ ദംബി സുമ്മ ലാ യഊദ ഇലൈഹി. ആത്മാർത്ഥമായ തൗബയാണത്, പിന്നെ ഒരിക്കലും ആ തിന്മയിലേക്ക് മടങ്ങാതിരിക്കലാണ്. കമാ ലാ യഊദുൽ ലബനു ഇലൽ ദുർഇ, കറന്നെടുത്ത പാല് അതിൻ്റെ അകിടിലേക്ക് തിരിച്ചു പോകാതിരിക്കുന്നത് എപ്രകാരമാണ് അതുപോലെയായിരിക്കണം തൗബ ചെയ്ത വിശ്വാസി പിന്നീട് ഒരിക്കലും തിന്മയിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. അത്രയും അസാധ്യമായിരിക്കാം. അതാണ് നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞാൽ. ചിലരൊക്കെ തൗബ ചെയ്യും, പക്ഷേ 2 മാസം മാത്രമേ അതിന് ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെയാവും. അത് നിഷ്കളങ്കമായ തൗബയല്ല. ആ തൗബ എന്ന് പറഞ്ഞാൽ കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് എത്രമാത്രം ഉറപ്പാണോ അത്രമാത്രം ഉറപ്പാണ് ഇനി ഞാൻ തിന്മകളിലേക്കില്ല എന്ന്. അത്ര ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ടായിരിക്കും അള്ളാഹുലേക്ക് അവൻ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ടാകുക. അത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും അവൻ്റെ കണ്ണുകൾ കണ്ണുനീർ ചാലുകൾ ചാലിട്ട് താഴേക്ക് ഒഴുകിയിട്ടുണ്ടാവുക. അത്രമാത്രം ഹൃദയത്തിൽ തട്ടിയായിരിക്കും. അങ്ങനെയൊരു തൗബയായിരിക്കണം സഹോദരങ്ങളെ. അതിന് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല, സമ്മേളനങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല, ഗൂഗിൾ പേ സ്കാനർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല, സ്വലാത്ത് സമ്മേളനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. അത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കരാറാണ്. ഞാനും എൻ്റെ റബ്ബും തമ്മിൽ നേരിട്ട് നടക്കുന്ന സംഭവമാണ്. പ്രിയമുള്ളവരെ, അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. റമളാനിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാവരുത് നമ്മുടെ നന്മകൾ. ചില ആളുകൾ സലഫുകളായ മുൻഗാമികളോട് റമളാനിൽ മാത്രം ആത്മാർത്ഥമായി ഇടപെടുകയും പള്ളിയിലൊക്കെ സജീവമാവുകയും അത് കഴിഞ്ഞാൽ എല്ലാം നിർത്തുകയും പിന്നെ ഈ വഴിക്ക് കാണാത്താവുന്ന ആളുകളുണ്ട്. ഖുർആനൊക്കെ റമളാനിൽ മാത്രം എടുത്തു നോക്കും, പിന്നെ അടുത്ത റമളാനിലെ പിന്നെ ഖുർആൻ കാണുള്ളൂ. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ സലഫുകളിൽ ചില ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താ അറിയോ? ബിഅ്സൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ റമളാൻ. റമളാനിലല്ലാതെ അള്ളാഹിനെ അറിയുന്ന ആളുകൾ എത്ര മോശം ജനതയാണ്. അങ്ങനെ ഒരു ജനത വളരെ മോശമാണ് എന്ന് പിന്നെ സലഫുകളായ ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടി പറയാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലേ, മരണം വരുന്നത് വരെ നമ്മൾ സജീവരായിരിക്കണം. നിർജീവത നമ്മെ പിടികൂടാൻ പാടില്ല. ഈ ആയത്തിന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇന്നല്ലാഹ ലം യജ്അലു ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. മരണത്തെ അല്ലാതെ ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല. മരണമല്ലാത്ത ഒരു അവധി ഒരു വിശ്വാസിക്കില്ല എന്നാണ്. അവൻ എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്ന് കിടക്കുകയാണെങ്കിൽ പോലും അവസാന ശ്വാസം വരെ അവൻ കർമ്മനിരതനായിരിക്കും. അവൻ്റെ ചുണ്ടുകൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ, കിടക്കയിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷം വരെ വൃദ്ധരായ ചില പണ്ഡിതന്മാരൊക്കെ കിതാബുകൾ എഴുതുന്നത് കണ്ട് ആ പ്രയാസം കണ്ട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞില്ല, ഇനിയും പഠിക്കുകയാണോ, ഇനിയും എഴുതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരിക്കുന്നത് വരെ ഒരു വിദ്യാർത്ഥിയാവേണ്ട, നന്ദി കാണിക്കണ്ടേ എന്ന് പറഞ്ഞ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ജുമാ കഴിഞ്ഞതോടുകൂടി അവസാനത്തെ വെള്ളിയാണല്ലോ, ഇതങ്ങ് കഴിയട്ടെ, അങ്ങാടികളിലേക്ക് ഇറങ്ങാം, എല്ലാം നിർത്താം, ഇനി ഖുർആൻ എടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾ ഏറ്റവും വലിയ നഷ്ടക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇന്നത്തെ ദിവസം കഴിയുന്നതോടുകൂടി ഇനി ജമാഅത്തുകൾക്ക് ആളുകൾ കുറയുന്നുവെങ്കിൽ അതിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ നഷ്ടക്കാരനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇങ്ങനെയാണ് നമ്മുടെ തീരുമാനമെങ്കിൽ, ഇനി മുതൽ പള്ളിയിലേക്കില്ല എന്നാണ് നമ്മുടെ തീരുമാനമെങ്കിൽ, ഇന്ന് നമുക്ക് പ്ലാൻ മറ്റു പലതുമാണെങ്കിൽ, നാളെ നമുക്ക് പ്ലാൻ മറ്റു പലതുമാണെങ്കിൽ, ഈ പരിശുദ്ധ റമളാൻ നമുക്ക് ഫലപ്പെട്ടിട്ടില്ല, നമ്മുടെ പാപങ്ങൾ അല്ലാഹു കഴുകി ശുദ്ധീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റയടിക്കെല്ലാം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് സഹോദരങ്ങളെ. പരിശുദ്ധ റമളാനിന്റെ അവസാന സമയമായതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകണം. ഫറള സക്കാത്തുൽ ഫിത്രി മിൻ റമളാന അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. എല്ലാ ആളുകൾക്കും, അത് എത്ര ചെറിയ കുട്ടിയാവട്ടെ, എത്ര പ്രായമുള്ള ആളാവട്ടെ, എല്ലാവർക്കും നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടതാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഫറള സക്കാത്തുൽ ഫിത്രി മിൻ റമളാന അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന ഹുർരിൻ ഔ അബ്ദിൻ ഔ റജുലിൻ ഔ ഇംറാത്തിൻ ഔ സഗീരിൻ ഔ കബീരിൻ. സ്വതന്ത്രനാവട്ടെ, അടിമയാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, ചെറിയവനാവട്ടെ, വലിയവനാവട്ടെ, എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്ന്. അല്ലേ, അതെപ്പോഴാണ് കൊടുക്കേണ്ടത്? വഅമറ ബിഹാൻ തുഅദി ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാ. പെരുന്നാൾ നമസ്കാരത്തിന് ജനങ്ങൾ പോകുന്നതിന് മുമ്പ്, പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായും സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടതുണ്ട്. 1-2 ദിവസം മുമ്പ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അതിൽ കൂടുതൽ നേരത്തെ കൊടുക്കാതിരുന്നാൽ മതി. വകാനു യുഅ്തൂന ഖബ്ലൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വേറെ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നൽകാറുണ്ടായിരുന്നു എന്ന്. ഇനി പെരുന്നാൾ നമസ്കാരത്തിന്റെ ശേഷമാണ് ഒരാൾ കൊടുക്കുന്നതെങ്കിൽ ആ ബാധ്യത വീടില്ല, അത് വെറും ഒരു സ്വതക്കായിട്ട് മാറുള്ളൂ. ആ സക്കാത്തുൽ ഫിത്ർ എന്നുള്ള നിർബന്ധ ബാധ്യത വീടുകയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സക്കാത്തുൽ ഫിത്രി മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സക്കാത്തുൻ മഖ്ബൂല.
മുമ്പ് കൊടുത്താൽ അത് സ്വീകാര്യമാണ്. എന്നാൽ വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സ്വദഖത്തും മിന സ്വദഖാത്ത്, നമസ്കാരത്തിന്റെ ശേഷമാണ് ഒരാൾ കൊടുക്കുന്നത് എങ്കിൽ അത് വെറും സ്വദഖയായി മാറും എന്നുള്ളതാണ്. എന്താണ് നൽകേണ്ടത് എന്നുള്ളതാണ്. ഓരോ നാട്ടിലും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ധാന്യം, നമ്മുടെ നാട്ടിൽ അരിയാണ് പൊതുവായിട്ട് നമ്മൾ ഭക്ഷിക്കുന്നത്, ഭക്ഷണ വസ്തുവായി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അത് എന്താണോ ഓരോ നാട്ടിലും അതാണ് കൊടുക്കേണ്ടത്. സകാത്തുൽ ഫിത്രി സ്വഅം മിന തംരി ഔ സ്വഅം മിൻ ശഅീർ അല്ലേ. ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഗോതമ്പോ ഫിത്ർ സക്കാത്തായി നിർബന്ധമാക്കി എന്ന് പറഞ്ഞു. അതിനെ പണ്ഡിതന്മാരെ പറയുന്നത് മറ്റു പല ഏരിയകളും നമുക്ക് കാണാൻ പറ്റും. ഓരോ നാട്ടിലെയും പ്രധാന ഭക്ഷണം എന്താണ് എന്നുള്ളതാണ്. കുന്ന നഖ്റുജു സക്കാത്തുൽ ഫിത്രി സ്വഅം മിന തുആം ഔ സ്വഅം മിൻ ശഅീർ ഔ സ്വഅം മിൻ തംർ ഔ സ്വഅം മിൻ അഖ്തി ഔ സ്വഅം മിൻ സബീബ് അല്ലേ. അത് സക്കാത്തുൽ ഫിത്ർ ഏതൊക്കെയാണ് നൽകേണ്ടത്? ഒരു സ്വാവ് ഈത്തപ്പഴം, അല്ലെങ്കിൽ ഒരു സ്വാവ് വെണ്ണ, അല്ലെങ്കിൽ ഒരു സ്വാവ് ഉണക്കമുന്തിരി, അല്ലെങ്കിൽ ഒരു സ്വാവ് ഗോതമ്പ്, ഇതൊക്കെ ഞങ്ങൾ നൽകാറുണ്ടായിരുന്നു എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അത് വാങ്ങുന്നവരും അത് ശേഖരിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പാവങ്ങൾക്കുള്ളതാണ്. പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും എല്ലാ വീടുകളിലും സക്കാത്തുൽ ഫിത്ർ എത്തിക്കുന്ന ഒരവസ്ഥ അല്ലേ. ഏത് പണക്കാരൻ്റെ വീട്ടിലും സക്കാത്തുൽ ഫിത്ർ അവിടെ എത്തിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ അതുണ്ടാവാൻ പാടില്ല. അത് പാവങ്ങൾക്കാണ്, അവകാശപ്പെട്ടവർക്ക്. ഇനി പാവങ്ങൾ ഒരു നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ വേറെ നാട്ടിലായാലും അവകാശപ്പെട്ട ആളുകൾക്കാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊന്ന് നമ്മുടെ പെരുന്നാളും അതിൻ്റെ സുന്നത്തുകളുമാണ്. ഈദുൽ ഫിത്തർ റമളാനിൻ്റെ വ്രതം അവസാനിക്കുമ്പോൾ ശവ്വാൽ 1 ആദ്യത്തെ ദിവസം, ശവ്വാലിലെ ആദ്യത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 ആഘോഷങ്ങളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആഘോഷങ്ങളുള്ളതായി ഞാൻ കാണുന്നു. അള്ളാഹു അവ 2 നല്ല 2 പെരുന്നാളുകൾ, 2 ആഘോഷങ്ങൾ നിങ്ങൾക്ക് പകരമായി നൽകിയിരിക്കുന്നു. ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. ഈ ആഘോഷമാണ് 2 ആഘോഷങ്ങൾ നമുക്കുള്ളത്. ഈ ആഘോഷമാണ്, ഇതാണ് നമുക്ക് ആഘോഷിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി എവിടെയൊക്കെ അവസാനത്തെ നിമിഷം, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ പരമാവധി, ആ സൂര്യൻ അസ്തമിച്ച് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി പ്രതിഫലത്തിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാവുക. വലിയ വ്യത്യാസമാണ്, ചെറിയ വ്യത്യാസമല്ല, വലിയ അന്തരമുണ്ടാകും. അതുകൊണ്ട് ആ അവസാനത്തെ ദിവസത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ പരമാവധി ഉപയോഗപ്പെടുത്തുക. വലിയ വ്യത്യാസമാണ് ഈ 2 ദിവസങ്ങൾ അല്ലേ. ഒരു നിമിഷം ബാങ്ക് കൊടുക്കുന്ന 1 മിനിറ്റ്, 1 മിനിറ്റിന് അപ്പുറവും 1 മിനിറ്റിന് ഇപ്പുറവും തമ്മിൽ വലിയ വ്യത്യാസമാണ് പ്രതിഫലത്തിലുള്ളത്. അതുകൊണ്ട് ആ റമളാനിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അല്ലേ. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങാടികളിലേക്കും ടെക്സ്റ്റൈൽസുകളിലേക്കും തിരക്കുന്ന വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മളെങ്കിലും അധപ്പതിക്കാതിരിക്കുക. സമൂഹത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ബോധമുള്ള ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാമല്ലോ. പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജമാഅത്തുകൾ നടക്കുന്ന ഈ സമയങ്ങളിലെല്ലാം ഇത് അങ്ങാടികളിലേക്ക് പോവേണ്ടതും സാധനങ്ങൾ വാങ്ങേണ്ടതും എന്നുള്ള ഒരു ചെറിയ തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടാവണം. ചെറിയ കുട്ടികളെ ആദ്യം തന്നെ പറഞ്ഞ് നിയന്ത്രിക്കാനും അവരുടെ ആഘോഷങ്ങൾക്കും ഒക്കെ പരിധി നിശ്ചയിക്കാനും നമുക്ക് സാധിക്കണം. ഇന്ന് എല്ലാവർക്കും വലിയ ആഘോഷമാണ്. എത്രമാത്രമെന്ന് ആലോചിച്ച് നോക്ക്. സ്കൂൾ പൂട്ടുന്ന സമയത്ത് പോലീസ് വേണമെന്ന് പോലും വാർത്തകളിൽ വന്നു. പോലീസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, നിയമപാലകരുടെ ആവശ്യമുണ്ടെങ്കിൽ അത് നിശ്ചയിക്കണമെന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ കേരളമെത്തി. UP സ്കൂൾ, ഒരു അധ്യാപകൻ്റെ വാക്കുകളാണ്. ഹൈസ്കൂളിനേക്കാളും കഷ്ടമാണ്. 10ാം ക്ലാസ്സിലേക്ക് വേണമെന്ന് പറയുമ്പോൾ അതിനേക്കാളും കഷ്ടമാണ് UP സ്കൂൾ. കുട്ടികൾ വാദിക്കണം, അവർക്ക് ആഘോഷിക്കണം, പൂട്ടുമ്പോൾ അടിച്ചു പൊളിക്കണം, അത്രയും അങ്ങനെയുള്ളൊരു കാലത്താണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ, ആഘോഷം എന്ന് പറയുമ്പോൾ മറ്റെന്തൊക്കെയോയാണ് അവരുടെ മനസ്സിലുള്ളത്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ദീൻ കൈവിട്ടു പോകുന്നൊരവസ്ഥ, പരിശുദ്ധമായ റമളാനിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹിൽ അലീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി
എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥമായ ദുആയുണ്ടാവണം. സൂറത്തുൽ മുഅ്മിനൂനിലെ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, ദാനങ്ങൾ നൽകുന്ന ആളുകൾ അവരുടെ ഹൃദയങ്ങളെ പേടിച്ചുകൊണ്ടാണ് നൽകുക എന്നുള്ള ഒരു വചനത്തെക്കുറിച്ച് ഹൃദയം നടുങ്ങിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ പറഞ്ഞതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുകയാണ്, നബിയെ, അവർ മോഷ്ടിച്ചവരോ മദ്യം കഴിക്കുന്നവരോ ഒക്കെയാണോ? അതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അവർക്കത് അതുകൊണ്ടാണോ പേടിയെന്ന് ചോദിച്ചപ്പോൾ, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മോളെ, അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി കൊടുക്കുകയാണ്. അവർ നന്മ ചെയ്യുന്നവരാണ്, അവർ നമസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെന്താണ് അവർക്കുള്ള പേടിയെന്നോ? വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, അവരിൽ നിന്നും അത് സ്വീകരിക്കുകയില്ലേ എന്നുള്ള ഒരു ഭയമാണ് അവർക്കുള്ളത്. അവർ നന്മ ചെയ്യുന്നവരാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, നന്മ ചെയ്യുന്നവരാണ് എന്നുള്ള തൊട്ടടുത്ത ആയത്തും കൂടി അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, അവസാനത്തെ നിമിഷം വരെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മരണം എന്നുള്ളത് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മരണം തീർച്ചയായും വരും. അതുകൊണ്ട് അത് മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഇനി നമുക്കുണ്ടാവാൻ പാടില്ല. മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഷവ്വാലിൽ വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്, വളരെ പുണ്യകരമായ നോമ്പാണ് 6 നോമ്പ് സുന്നത്ത് അല്ലെ. ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് പകരം ഇനി ആഴ്ചയിലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ കുറച്ചെങ്കിലും സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്ത് ഇപ്പം കിട്ടിയ ഒരു സമാധാനം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അതുണ്ടാവണം. ആ ഒരു സമാധാനം നിലനിർത്താൻ ഇടയ്ക്കൊന്ന് സുന്നത്ത് നോമ്പൊക്കെ എടുക്കണം എന്നുള്ളൊരു തീരുമാനം ഈ റമദാനിൽ നമ്മൾ എടുക്കണം. ഇടയ്ക്കൊരു സുന്നത്ത് നോമ്പൊക്കെ എടുക്കാൻ വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഷവ്വാലിലെ 6 നോമ്പ്. അവസാനമായി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു. ഒന്നാമത്തേത്, കുളിക്കുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ്. കാരണം യഅ്തസിലു യൗമൽ ഫിത്രി ഖബ്ല അൻ യഅ്ദുവ ഇലൽ മുസല്ല, മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടായിരുന്നു എന്ന് നാഫിഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം ധരിക്കാനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് നല്ലൊരു ജുബ്ബ വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട്, റസൂലേ, ഇതങ്ങൾ വാങ്ങിക്കുക, പെരുന്നാളിനും അതുപോലെ തന്നെ നിവേദക സംഘങ്ങളൊക്കെ വരുമ്പോൾ സ്വീകരിക്കാനും അവനൊക്കെ പ്രത്യേകമായി അണിഞ്ഞൊരുങ്ങാമല്ലോ. അത് പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജുമുഅ ദിനത്തിലും ഈദ് ദിനത്തിലൊക്കെ ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സഹീഹായി ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉള്ളത് വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ധരിക്കേണ്ടത്. പിന്നെ മറ്റൊന്ന്, പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റഹിമഹുല്ല പറയുകയാണ്, ഞാൻ അറിവുള്ളവരിൽ നിന്നും കേട്ടതാണ്, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർക്ക് സുന്നത്താക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ്. ഇത്രയും ദിവസം ഒരു മാസക്കാലം നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അമ വലാ യത്അമു യൗമൽ അദ്ഹ ഹത്താ യുസല്ലി, ഈദുൽ ഫിത്തറിന് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഈദുൽ അദ്ഹയ്ക്ക് ഭക്ഷണം കഴിക്കാതെയുമാണ് മുസല്ലയിലേക്ക് പോകുന്നത് പ്രത്യേകം സുന്നത്തായിട്ടുള്ളത് എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊന്നാണ് തക്ബീർ ചൊല്ലുക എന്ന്. 2 പെരുന്നാളുകളോടനുബന്ധിച്ചും ധാരാളമായി തക്ബീർ ചൊല്ലൽ പ്രത്യേകമായി സുന്നത്താണ്. വളരെ അർത്ഥവത്തായ വചനങ്ങൾ. അതാണ് ആഘോഷങ്ങളുടെ പ്രത്യേകത. ഇസ്ലാമിലെ ആഘോഷങ്ങൾ പോലും പരിധി വിടാത്ത ആഘോഷങ്ങളാണ്. അവിടെ പോലും അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ വചനങ്ങൾ ഉയർത്തിപ്പറയുകയാണ് അവിടെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ പെരുന്നാളിന് ചൊവ്വാൽ മാസപ്പിറ എപ്പോഴാണ് കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് റമദാൻ 30 പൂർത്തിയാവുന്നത്, അതോടുകൂടി നമുക്ക് തക്ബീർ ചൊല്ലാം. പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കാം. പെരുന്നാൾ നമസ്കാരം കഴിയുന്നതോടുകൂടി തക്ബീർ ചൊല്ലേണ്ടതില്ല എന്നുള്ളതാണ്. പുരുഷന്മാർ അവർ ശബ്ദമുയർത്തിക്കൊണ്ട് അങ്ങാടികളിലും പള്ളികളിലും സമൂഹത്തിലുമെല്ലാം ഉറക്കെ ഉച്ചത്തിൽ, വീടുകളിലുമെല്ലാം ഉച്ചത്തിലാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് അതൊക്കെ കുട്ടികൾക്കുള്ളതാണ് എന്നുള്ളതാണ്. എല്ലാവരും തക്ബീറുകൾ ചൊല്ലണം. സ്ത്രീകളും കുട്ടികളും വലിയവരും എല്ലാവരും ഉച്ചത്തിൽ തക്ബീർ ചൊല്ലേണ്ടത്. സ്ത്രീകൾ ചൊല്ലുമ്പോൾ സ്ത്രീകൾ പതുക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് മാത്രം. സ്ത്രീകൾ ശബ്ദമുയർത്താതെയാണ് ചൊല്ലേണ്ടത്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നു. അവരുടെ തക്ബീറുകൾ കേട്ട് മറ്റുള്ളവരും കേട്ട് അത് വന്ന് അവരും ഉറക്കെ ഉച്ചത്തിൽ തക്ബീറുകൾ ചെയ്യാറുണ്ട്. രണ്ട് രീതി നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മറ്റൊരു രൂപം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് തക്ബീറുകൾ ചൊല്ലാം. മറ്റൊന്ന്, ഈദ്ഗാഹിലേക്ക് നേരത്തെ പോവാന്ന്. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഈദ്ഗാഹിലേക്ക് പോവാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേക്ക് നേരത്തെ പോകൽ എന്നുള്ള പ്രത്യേകമായ ഒരു ഹെഡിങ് പോലും ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്തും താബികളുമെല്ലാം ഫജ്ർ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ നേരെ ഈദ് മുസല്ലയിലേക്ക് പോയിരുന്നു എന്ന് റിപ്പോർട്ടുകൾ കാണാം. അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് നടന്നു പോകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. വാഹനത്തിൽ പോകുക എന്നുള്ളത് തെറ്റല്ല, പക്ഷേ നടന്നു പോകൽ പ്രത്യേകം സുന്നത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ പെരുന്നാൾ നമസ്കാരമാണ് മറ്റൊന്ന്. ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഐദിൻ ഫസല്ല റക്അതൈനി ലം യുസല്ലി ഖബ്ലു വലാ ബഅദ്. 2 റക്അത്തായിരുന്നു പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിരുന്നത്. അതിന് മുമ്പോ ശേഷമോ വേറെ നിസ്കാരമൊന്നുമില്ല, വേറെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല പെരുന്നാളുമായി ബന്ധപ്പെട്ട്. അത് മൈതാനത്താണ്, പുറത്താണ്. അപ്പോൾ വേറെ നിസ്കാരമൊന്നുമില്ല. അതിന് മുമ്പ് 2 റക്അത്ത്, ആ ഒരു പെരുന്നാൾ 2 റക്അത്ത് നമസ്കാരം മാത്രമാണ്. മറ്റൊന്ന്, പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകളിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്, പള്ളിക്ക് പുറത്ത് വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലേ? നമസ്കരിക്കാനില്ലാത്ത സ്ത്രീകൾ പോലും ഈദ്ഗാഹുകളിൽ പങ്കെടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിങ്ങളുടെ ആ പൊതുവായ ഒരു ആഘോഷത്തിൽ അവർക്ക് പങ്കുചേരാനാണ്. അവർ നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നാൽ മതി, ആ ഒരു ഈദ്ഗാഹിൽ പങ്കെടുക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ആദ്യമാണ് നമസ്കാരം, ആദ്യ നമസ്കാരവും പിന്നീട് ഖുത്ബയുമാണ് ഉണ്ടാവാനും ആ പെരുന്നാൾ നമസ്കാരം ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. അല്ലേ? അദ്ദേഹം പിന്നെ അനസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല ശഹീദുൽ ഈദ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ. ഇവരുടെ കൂടെയൊക്കെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പെരുന്നാൾ നമസ്കാരം. ഫകുല്ലുഹും കാനു യുസല്ലൂന ഖബ്ല അൽ ഖുത്ബ. ഖുത്ബയുടെ മുമ്പായിരുന്നു അവരെല്ലാവരും പിന്നെ നമസ്കരിച്ചിരുന്നത്. ആദ്യ നമസ്കാരവും പിന്നീട് ഖുത്ബയുമായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആഘോഷിക്കാം, പക്ഷേ ആഘോഷങ്ങളൊക്കെ മാന്യമാവണം. എല്ലാം നശിപ്പിച്ച് കളയുന്ന, ഇതുവരെ നമ്മൾ നേടിയെടുത്തൊരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എല്ലാം നശിപ്പിച്ച് കളയുന്ന തരത്തിൽ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള ആഘോഷം നമുക്ക് പാടില്ല. അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കുട്ടികളെ നിയന്ത്രിക്കാൻ. ചെറുപ്പം മുതലേ ആ ഒരു ശീലം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് പെരുന്നാളിൽ എന്തും ആവട്ടെ, എന്ത് വൃത്തികേടും ചെയ്യട്ടെ, ഇന്നത്തെ ദിവസത്തിൽ ലുഹർ നമസ്കരിച്ചു എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റമില്ലാത്ത രക്ഷിതാക്കളായി നമ്മൾ മാറരുത്. അന്നത്തെ ദിവസത്തിൽ വൃത്തികെട്ട വേഷം ധരിച്ചു പോകുന്ന പെൺകുട്ടികളെ തടയാൻ, അരുതെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഉമ്മമാരായി, ചങ്കൂറ്റമുള്ള ഉപ്പമാരായി നമുക്ക് മാറാൻ സാധിക്കണം. പെരുന്നാളിന്റെ ദിവസമാണ്, എന്തുമാവട്ടെ എന്ന് വിചാരിക്കരുത്, ദീനാണ്. പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മുടെ മലക്ക് റൂഹ് വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കില്ല എന്നാരും നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടില്ല. അന്നത്തെ ദിവസത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് ഈമാനോടുകൂടി മരിക്കാം. ഏത് നിമിഷത്തിലാണ് നമ്മുടെ മരണം കടന്നെത്തുന്നത് എങ്കിലും ഈമാനോടുകൂടി മരിച്ച് സന്തോഷത്തോടുകൂടി ഖബറിലേക്ക് എത്തിയാൽ മറ്റൊരു ജീവിതം ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പെരുന്നാളിന്റെ ദിവസമാണെങ്കിൽ പോലും സൂക്ഷ്മതയും ശ്രദ്ധയും, ആൺ പെൺ ഇടകലരുകളും ഇത്തരം വൃത്തികേടുകളും മോശമായ വസ്ത്രധാരണയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതാണ് നോമ്പിന്റെ വിജയം, അതാണ് പരിശുദ്ധ റമളാനിന്റെ പരിശുദ്ധി. ഇത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലേ? ഏതാനും സമയം കൂടി റമളാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. റമളാൻ അവസാനിച്ചിട്ടില്ല, ഇനിയും റമളാൻ നമ്മുടെ കൂടെയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവസാന നിമിഷം വരെ റമളാൻ ഉണ്ട്, ആ മഗ്‌രിബിന്റെ സമയം വരെ. അതുവരെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാമെന്നല്ല, പക്ഷേ നമുക്ക് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവണമെന്ന്. ചിലരൊക്കെ ഇപ്പോഴത്തന്നെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും മ്യൂസിക്കുകളും വൃത്തികേട് അങ്ങാടികളിലേക്ക് ഇറങ്ങിയ ഇതൊക്കെ കേട്ടു തുടങ്ങി. അല്ലേ? അതിലേക്ക് നമ്മൾ വീണു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന നിമിഷത്തിലെ അവസാന ഒരു സംഭവം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത്, അവസാന സമയത്ത് കുത്തേറ്റ്, ശത്രുവിൻ്റെ കുത്തേറ്റ് ബോധം നഷ്ടപ്പെട്ട് ബോധം തിരിച്ചു കിട്ടി. ആ കിട്ടിയ പരിക്ക് കുറച്ച് ഭീകരമാണെന്ന് മനസ്സിലായ സമയത്ത് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും, എന്നെ താഴേക്കൊന്ന് കിടത്തു, താഴെ കിടത്തിയിട്ട് എൻ്റെ കവിൾ ആ മണ്ണിലൊന്ന് വെക്കൂ എന്ന് അദ്ദേഹം പറയുന്ന രംഗമുണ്ട്. എൻ്റെ കവിൾ മണ്ണിൽ വെക്ക്, ആ നിലത്ത് വെക്ക്. എൻ്റെ ഈ ദയനീയ അവസ്ഥ, ഉമർ എന്ന ഭരണാധികാരിയല്ല, നിസ്സാരനാണ് ഞാനെന്ന് എൻ്റെ റബ്ബ് കണ്ടിട്ടെങ്കിലും എനിക്കെൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. ആരാ പറയുന്നത്? ദീനിന് വേണ്ടി ത്യാഗം സഹിച്ചവർ പറയാം.
ഈ ഉമറിന്റെ മണ്ണിൽ കവിളിങ്ങനെ മണ്ണിൽ വെച്ചിട്ട് ഈ ഉമർ ഒന്നുമല്ല, ഈ ഉമർ പാവമാണെന്ന് എൻ്റെ റബ്ബ് മനസ്സിലാക്കട്ടെ, ആ മണ്ണിലേക്കൊന്ന്, ഈ രക്തം വാർന്നൊലിക്കുന്ന ശരീരം ആ മണ്ണിലേക്കൊന്ന് വെക്കൂ, എന്നെ കണ്ടിട്ട്, എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് എൻ്റെ രക്ഷിതാവെങ്ങാനും എനിക്ക് പുറത്തു തന്നെങ്കിലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ വല്ലാത്തൊരു വാചകമാണ് സഹോദരങ്ങളെ. ദീനിന് വേണ്ടി ത്യാഗം ചെയ്തവരാണ്. പിന്നെ നമ്മളെങ്ങനെ സമാധാനിക്കും? നമ്മളെങ്ങനെ സ്വർഗമുണ്ടെന്ന് എങ്ങനെ നമ്മൾ ഉറപ്പിക്കും? അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുത്തരുത്. നമ്മൾ നേടിയെടുത്തത് നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാവണം. അള്ളാഹു ഈ പരിശുദ്ധ റമളാനിലെ അവസാന നിമിഷങ്ങൾ ഏറ്റവും ധന്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത ഒരുപാട് പരിശുദ്ധ ഖുർആൻ പാരായണങ്ങളുണ്ട്. രാത്രിയിൽ കാല് വേദനയാകുവോളം, കഴുത്ത് വേദനയാകുവോളം, ബാക്ക് ഊരവേദനയാകുവോളം നമ്മൾ ഒരുപാട് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. കണ്ണിൽ ഉറക്കം, മയക്കം പിടികൂടുന്നതുവരെ പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, നീ എല്ലാം ഞങ്ങളിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. അള്ളാഹുവേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകുന്നത് വലിയ സ്വപ്നമായി കാണുന്നവരാണ് ഞങ്ങൾ. അള്ളാഹുവേ, നീ അതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണേ. അള്ളാഹുവേ, വലിയ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും രോഗം ശിഫ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا صلاتنا ربنا تقبل منا صيامنا ربنا تقبل منا قراءتنا ربنا تقبل منا سجودنا وركوعنا ربنا تقبل منا سائر أعمالنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك.